എല്ലാ കൂട്ടുകാരും ജോക്കോണിലേക്ക് സ്വാഗതം. ഞാൻ ജോജോ പവറട്ടി. നമുക്ക് വാഴയിലയിൽ ചെമ്മീൻ പൊളിച്ചെടുക്കുക. അതിനായിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് അതിൽ ചെമ്മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ നമുക്കത് വറുത്തെടുക്കാം. വറുക്കുമ്പോൾ കുറച്ച് കറിവേപ്പില പാത്രത്തിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെമ്മീൻ നന്നായിട്ട് വറുത്ത് വന്നിട്ട് ചെമ്മീൻ നന്നായി വറുത്തതിന് ശേഷം വെന്ത് വന്നതിന് ശേഷം നമുക്കത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ ചെമ്മീൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതേ പാത്രത്തിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. അതുപോലെ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ടിട്ട് ഒരു ഒന്നര സവോള ചെറുതാക്കി അരിഞ്ഞ് അത് നമുക്ക് നല്ലൊരു വഴറ്റിട്ട് 2 പച്ചമുളക് കൂടി ഇടുക. ഇത് നല്ലപോലെ വഴറ്റി കിട്ടണം കേട്ടോ. ആ സമയത്ത് കുറച്ച് ഇടിച്ചുമുളക് ഇടുക. ഒരു 1.5 തക്കാളി ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് ചെയ്യുക. നല്ലപോലെ വഴറ്റി ഇതേപോലെ നല്ലൊരു വഴറ്റി വന്നതിന് ശേഷം ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ഇടണം. അതിനുശേഷം വാഴയില വാട്ടിയെടുത്തിട്ട് കുറച്ച് എണ്ണ പുരട്ടി പകുതി മസാല ഇട്ട് വെക്കുക. അതിനുശേഷം ബാക്കി വറുത്ത ചെമ്മീനിട്ട് അതിന് മേലെ ബാക്കിയുള്ള മസാല കൂടി ഇടുക. 1-2 ചെറിയ കഷ്ണം കുടപ്പുളി, അത് ആവശ്യമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. അത് വിട്ട് പച്ചത്തക്കാളി 2 പച്ചമുളകും കൂടി അരിഞ്ഞ് വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കുക. വാഴയില നല്ല രീതിയിൽ പൊതിഞ്ഞ് വാഴനാര് കൊണ്ട് കെട്ടിയിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേപോലെ ഫ്രൈ പാനിൽ വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു 15 മിനിറ്റ്, ഒരു 7-8 മിനിറ്റ് അപ്പുറമായിട്ട് മറിച്ചും തിരിച്ചിട്ടിട്ട് ഒരു 16 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിപ്പോൾ ഇതേ തരത്തിലായിട്ടുണ്ട്. പിന്നെ വാഴയില കൊണ്ട് നമുക്ക് വാഴനാര് കൊണ്ട് പൊട്ടിക്കുക. വാഴനാര് പൊട്ടിക്കുന്ന നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ അടിപൊളി ഒരു റോസ്റ്റാണ്, വാഴയിലയിൽ പൊതിഞ്ഞ ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.